കണ്ണൂർ ചൊക്ലിയിൽ സ്ഥലം മാറ്റത്തിന് പിന്നാലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം. ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഇടത് സർക്കാർ ജീവനക്കാർ സമരം നടത്തും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, KV സുമേഷൻ MLA എന്നിവർ സമരത്തിന്റെ ഭാഗമാകും. ദീപാലേഖയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്നും നിർബന്ധമായ സ്ഥലം മാറ്റ ഉത്തരവിൽ പേര് ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുമാണ് ആവശ്യം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇടത് സംഘടനാ നേതാക്കൾക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്ന നടപടികൾ ഉണ്ടാവുന്നു, സ്ഥലമാറ്റം ഉണ്ടാവുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നേരിട്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണോ CPIMന്റെ നീക്കം? ഷിഹാസ് ശ്രുതി, തീർച്ചയായിട്ടും സ്ഥലം മാറ്റങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ചിലരൊക്കെ സ്ഥലം മാറ്റിക്കളയും, അത് കത്തിരുന്നോളൂ, കരുതിയിരുന്നോളൂ എന്നുള്ള ഒരു ഭീഷണിക്ക് ശേഷം സ്ഥലം മാറ്റുന്നു എന്നുള്ളതാണ്. സർക്കാർ മാറുമ്പോൾ ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. യൂണിയൻ അടിസ്ഥാനത്തിൽ പ്രതികാര നടപടി എന്ന വണ്ണം സ്ഥലം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇടത് സംഘടനകളുടെ ആക്ഷേപം. അത് ഏതെങ്കിലും ഒരു വകുപ്പിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ അങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ ദീപാലേഖയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവരുടെ ആത്മഹത്യക്ക് പിന്നിൽ സർക്കാരാണ്. ആ സ്ഥലമാറ്റ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. CPM ആ സമരം ഏറ്റെടുക്കുകയാണ്. മുതിർന്ന CPM നേതാക്കന്മാർ തന്നെ, MV ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ പങ്കെടുക്കുന്നു, KV സുമേഷിനെ പോലെ MLA മാർ പങ്കെടുക്കുന്നു. അപ്പോൾ പാർട്ടി ആ സമരം ഏറ്റെടുത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ കണ്ണൂരിൽ ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശരി രഞ്ജിത്ത്.